സിയാറത്തിന് പോകുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞു പോകാ, നമുക്ക് പോകാ. ഇൽമു പഠിക്കാൻ തുടങ്ങുമ്പോ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തത്തിന് വേണ്ടി പോകാനുള്ള ഒന്നാമത്തെ സ്ഥലം അവിടെയാ. അല്ലാഹുവേ, ഇന്നും ആ രംഗം ഓർക്കുമ്പോ വിറയ്ക്കുകയാ കാൽപ്പാരങ്ങൾ. യോഗ്യതയുണ്ടോ, യോഗ്യതയുണ്ടോ കൂടത്താഹിക്കാരാ. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദുകളുടെ ആ സമക്ഷത്തിൽ ചെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് അറിവില്ല റബ്ബേ, ഇൽമില്ല പഠിച്ചവർ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, കറാമത്തിന്റെ കനക കൊട്ടാരം തീർത്തുകൊണ്ട് കിടന്നുറങ്ങുന്ന ആ ഖബർ സിയാറത്ത് കിടന്നിട്ട് പിന്നെ നൗഷാദ് ബാക്കവിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കോഴിക്കോട് കോടത്തായിക്കാരാ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മഹാനായ വാവാട് ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മഹാന്മാരുടെ പേര് ഇവിടെ സ്ഥാപനങ്ങൾ വരണം പ്രിയപ്പെട്ടവരെ. അതിന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പൈസയാണെങ്കിൽ അത് കൊടുത്തിട്ട് കെട്ടിപ്പടുത്താൽ കൂടത്തായിക്ക് കൊണ്ടുപോകാനില്ല, കബീർ ബാക്കടയ്ക്ക് കൊണ്ടുപോകാനില്ല, നൗഷാദ് ബാക്കടയ്ക്ക് കൊണ്ടുപോകാനില്ല, ഉസ്താദുമാർക്ക് വീതിച്ചു കൊടുക്കാനില്ല. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട കൊടുവള്ളിയിലെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ വാവാട് ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ഉസ്താദ് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞതാ, മക്കള് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ വിളിക്കല്ലേ, എനിക്ക് വരാൻ പേടിയാ, എനിക്ക് വരാൻ പേടിയാ. കാരണം എന്തെന്നറിയോ, മഹാന്മാരുടെ പേര് സ്ഥാപനങ്ങൾ കെട്ടുമ്പോ ഈ കൊടുക്കുന്ന നാണയപ്പെട്ടിന്റെ ഉത്തരവാദിത്തമാരാ. അവരെ കാണുന്നതല്ലേ, അവരറിയുന്നതല്ലേ. അതുകൊണ്ടൊരു നാണയപ്പെട്ട് പാഴായി പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആരാധന ഞാനും കൂടി പാപീഭൂതനായി പോകുമല്ലോ എന്ന ഭയപ്പാടിന്റെ ചിന്ത തന്റെ പ്രിയപ്പെട്ട മുമ്പിൽ വന്ന ചെറുപ്പക്കാരോട് പങ്കുവെച്ച പോലെ വാവാട് ഉസ്താദിന്റെ ദുആക്ക് ശേഷം വന്ന കൂടത്തായി വന്ന സഹോദരങ്ങളോട് പറയാ, ഒരു നാണയത്തിട്ട് പാഴാകാറ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സത്യസന്ധരോ ലോകത്ത് ഏറ്റവും ഇൽമിന്റെ പുറകടമായി കടന്നു വന്ന മഹാനായ ശംസുൽ ഉലമ ഉസ്താദിന്റെ പേരിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് കെട്ടിപ്പടുക്കൽ നിർബന്ധമാണ്. അതിന് എന്റെ സമ്പത്തുണ്ടോ, അതിനെന്റെ നാണയത്തൊട്ടുണ്ടോ, അതിനെന്റെ സമ്പാദ്യമുണ്ടോ, അതിനൊരു കാരണമായ എന്റെ കൂടത്തായിൽ വന്നവരെ 7 കവാടങ്ങൾക്ക് വേണ്ടി 7 അടിമകളെ മോചിപ്പിച്ചപ്പോ സന്തോഷമുണ്ട് പെണ്ണെ എന്ന് പറഞ്ഞ വാക്ക് പോരെ നബിയേ. നബിയെ അത് മാത്രം പറഞ്ഞാ പോരെ നബിയെ. അല്ല പറഞ്ഞു വിട്ടതാ, അല്ല പറഞ്ഞു വിട്ടതാ, പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുത്തു പോരെങ്കിൽ അല്ലാഹു റബീഉൽ അവ്വലിന്റെ രാത്രിയാ, ദുആഇന് ഇജാബത്തുള്ള രാത്രിയാ. സന്തോഷത്തോടെ അണിനിരന്നിരിക്കുന്ന കൂടത്തായിക്കാരോ ഇത്രയും ആളുകളൊന്ന് ആമീൻ 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 എന്ന്